അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓപ്ഷണൽ മൊഡ്യൂൾ എയില് ഇനി മൂന്നാമത്തെ പാഠമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇദാരിയ എഡിറ്റോറിയലിനെ കുറിച്ചാണ്. എന്താണ് എഡിറ്റോറിയൽ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണത് തയ്യാറാക്കുന്നത്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം വായിച്ച് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. आप इदारे किसी भी अखबार या रिसाले के मुदीर की किसी अहम मौजू पर राय का इजहार है जो उसके अखबार या रिसाले में नुमाया जगह पर मुख्तसर मजमून की शक्ल में शाया होता है. എന്താണ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ, ഒരു പത്രത്തിൽ അല്ലെങ്കിൽ ഒരു മാഗസിനിൽ അതിലെ എഡിറ്റർ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് അതിലെ ഒരു കോളത്തിൽ ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിക്കുന്ന, ആ വിഷയത്തെ ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കുന്ന ഒരു കോളമാണ് ഇദാരിയ എഡിറ്റോറിയൽ എന്നത്. അത് സാധാരണ സുപ്രഭാതം എന്നുള്ള പേരിൻ്റെ താഴെ ആ മൂന്നാം പേജ് കുറച്ച് നടുവിലായിട്ട് ആ സുപ്രഭാതം എന്ന് എഴുതിയ ആ പേരിൻ്റെ താഴെയായിട്ടാണ് അതൊക്കെ കൊടുക്കാറുള്ളത്. മാഗസിൻ ആണെങ്കിൽ അതിനേക്കാൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ തുടക്കത്തിൽ തന്നെ ആ എഡിറ്റോറിയൽ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, इसमें अखबार के सारे अहम अहदेदारों के राय शामिल होती है. ഇതിൽ ഈ പത്രാധിപരുടെ മുഴുവൻ അഭിപ്രായങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു എഡിറ്റർ അല്ലെങ്കിൽ ഇത് എഴുതിയത് ആരാണോ അദ്ദേഹം ഹമാരെ ഖയാൽ ഹമാരെ റായ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ജൈസെ अल्फाज ने इस्तेमाल होकर हमारे राय और हमारे अखबार हमारा ഖയാൽ ജൈസെ അൽഫാസ് ഇസ്തേമാൽ ഹോത്തെ ഹെ. അഥവാ ഈ പത്രാധിപരുടെ അല്ലെങ്കിൽ എഡിറ്റോറിയൽ ബോർഡിൻ്റെ മൊത്തം തീരുമാനമായിരിക്കും, മൊത്തം അഭിപ്രായമായിരിക്കും അതിൽ പറയുക. അതുകൊണ്ട് തന്നെ എഴുതുന്ന ആൾ സ്വന്തം അഭിപ്രായം, എൻ്റെ അഭിപ്രായത്തിൽ എന്നല്ല അതിൽ കുറിക്കുക, മറിച്ച് ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ അഭിപ്രായം എന്നാണ് അതിൽ കുറിക്കുക എന്നതാണ് ഇതിൽ പ്രത്യേകമായ ഒരു പോയിൻ്റ്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു രൂപം എങ്ങനെയെന്ന് വെച്ചാൽ, എഡിറ്റോറിയൽ എങ്ങനെ തയ്യാറാക്കാന്ന് വെച്ചാൽ, ഒരു എഡിറ്റോറിയൽ ബോർഡിലെ ഒരാൾ എന്ത് ചെയ്യുന്നു, എഡിറ്റോറിയൽ തയ്യാറാക്കുന്നു. പിന്നെ അത് ചീഫ് എഡിറ്റർക്ക് വേണ്ടിയിട്ട് നസ്രെ സാനി അതിലുള്ള ഒരു രണ്ടാം വീക്ഷണത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിലുള്ള തെറ്റുകൾ വല്ലതും ഉണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതായിട്ട് ചീഫ് എഡിറ്റർക്ക് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ റിവ്യൂവിന് ശേഷം മാത്രമാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെടുക. അപ്പോൾ ബാദിൻസ്ഥാൻ്റെ പേരിൽ തെളിച്ചത്തിലൊരു ലേഖനം വരുന്നുണ്ടെങ്കിൽ, എഡിറ്റോറിയലായിട്ടൊരു ലേഖനം വരുന്നുണ്ടെങ്കിൽ, അത് കുട്ടികൾ അല്ലെങ്കിൽ ബാദിൻസ്ഥാൻ്റെ ലേഖകർ ആരാണോ ഉള്ളത് അവർ എഴുതിയിട്ട് പിന്നീട് എന്ത് ചെയ്യലാണ്, അത് ബാദിൻസ്ഥാൻ അതൊന്ന് വായിച്ചു നോക്കിയിട്ട് അത് തിരുത്തേണ്ടത് തിരുത്തിയിട്ട് കൊടുക്കലാണ് പതിവ്. इदारे में जिन मौज़ूआत पर राय दी जाती हैं वो बहुत जच्ची तली होती है. उससे अखबार के रवैये, रुझान और नज़रिया का वाज़ेह होता है. ഒരു എഡിറ്റോറിയൽ വായിക്കുന്നതിലൂടെ ഈ പത്രത്തിൻ്റെ നിലപാട് എന്ത് നമുക്ക് കൃത്യമാക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഇദാരിയെ മേ റായ കെ അലാവ അഹം ഖബറോं का तज्ज़िया भी होता है. അതിൽ അഭിപ്രായങ്ങൾക്ക് പുറമെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഒന്ന് വിലയിരുത്തൽ കൂടെ ഉണ്ടാകും. ഇപ്പോൾ യു പിയിൽ പീഡനം നടന്നു, ഒരു യുവതി ബാലപീഡനം അത് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ ഒരു സംഭവത്തെ വിലയിരുത്തലും ഇതിലുണ്ടാകും. കബി കുച്ച് മസായിൽ पर रोशनी डाली जाती है. ചിലപ്പോൾ മറ്റു വല്ല ഇഷ്യൂവിനേക്കും വെളിച്ചം വീശലായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൈ മുആമലാത്ത് की वजाहत की जाती है. അല്ലെങ്കിൽ മറ്റു വല്ല ഇടപാടുകൾ അത് എങ്ങനെയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ അത് എത്തരത്തിലാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ വിശദീകരിക്കപ്പെടും. കബി കബി ആം तौर पर कारी के समझ में न आने वाली बातों का मफ़हूम भी समझाया जाता है. അപ്പോൾ ചിലപ്പോൾ GDP ഉയർന്നു എന്നൊക്കെ പറയുമ്പോൾ പൊതുജനങ്ങൾ ചിലപ്പോൾ എന്താണ് GDP എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ GDPയെ കുറിച്ചുള്ള ഒരു വിശദീകരണവും അതിലുണ്ടാകും. इदारे की अपनी एक वाज़िह शक्ल होती है. सबसे पहले ज़ेर बहस मसले या मौजू का तारुफ कराया जाता है. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു വിഷയാധിഷ്ഠിതമായിട്ട് മാത്രമേ ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കപ്പെടുകയുള്ളൂ. ആദ്യമായിട്ട് എഡിറ്റോറിയലിൽ എന്താണ് അവർ വിഷയം, എന്ത് വിഷയത്തിലാണ് അവർ എഡിറ്റോറിയൽ എഴുതുന്നത് എന്ന് ആദ്യം കൊടുത്തിട്ടുണ്ടാകും.
പിന്നെ ഉസ്കെ ബാദ് മസ്അലെ के दोनों पहलुओं पर बहस की जाती है. അപ്പോൾ ബാബരി എന്നുള്ളൊരു വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാബരി എന്താണ്, ബാബരി മസ്ജിദ് എന്താണ്, ബാബരി പ്രശ്നം എന്നുള്ളത് ആദ്യം വിശദീകരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇരുവശത്തും ഈ രണ്ട് കാഴ്ചപ്പാടുകൾ, ഇന്നലെ നടന്ന അല്ലെങ്കിൽ മിഞ്ഞാന്ന് വന്ന ഇതിൻ്റെ കോടതി വിധിയുടെ രണ്ടു കാഴ്ചപ്പാടുകൾ എങ്ങനെ എന്ന് വിശദീകരിക്കും. ദലാൽ और ജവാബി ദലാൽ പേഷ് കിയ ജാത്തെ ഹെ. അങ്ങനെ ചോദ്യങ്ങളും മറുവശത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ കൊടുക്കുന്നു. അങ്ങനെ और आखिर में नतीजे राय या फैसला दिया जाता है. അങ്ങനെ അവസാനം ഓരോന്നിനും അടിക്കടി മറുപടികൾ കൊടുത്തിട്ട് ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിനൊക്കെയുള്ള മറുപടികൾ കൊടുത്തിട്ട് അവസാനം ഈ എഡിറ്റോറിയൽ ബോർഡിൻ്റെ എന്താണ് തീരുമാനം എന്നുള്ളത് അവർ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇസ് തറ ഇദാരിയ ലിഖ്നേക്ക് 3 മർഹലേക്ക് സാമനെ ആയേ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എഡിറ്റോറിയൽ തയ്യാറാക്കാൻ 3 ഘട്ടങ്ങളുണ്ട്. ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കുമ്പോൾ, ഒരു എഡിറ്റോറിയൽ എഴുതുമ്പോൾ അതിൽ 3 ഘട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൗസൂക ഇന്തിഖാബി, എന്ത് വിഷയത്തിലായിരിക്കണം നാളത്തെ എഡിറ്റോറിയൽ, അത് തിരഞ്ഞെടുക്കണം. പിന്നെ ഔറോ ഹൗദ്, ആ വിഷയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുക. ഓർ ഇദാരിയ ലിഖ്നേക്ക് അമൽ, അപ്പോൾ ആ വിഷയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പഠിക്കുകയും വേണം, പിന്നെ അത് എഴുതുകയും വേണം. ഇങ്ങനെ എഴുതും മുമ്പ് ഇങ്ങനെ 3 ഘട്ടങ്ങൾ, ഇദാരിയ തയ്യാറാക്കുന്നതിന് 3 ഘട്ടങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇദാരിയ ഈ എഡിറ്റോറിയൽ എഴുതാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് इदारिया लिखना एक फ़न है, उसके लिए इस फ़न के तमाम निकात और बारीकों को ध्यान में रखना ज़रूरी है. ഏത് വിഷയത്തിലാണോ എഴുതുന്നത്, ഈ ഇദാരിയ എന്നുള്ളതൊരു കലയാണ്. അതുകൊണ്ട് തന്നെ ആ കലയിലെ എല്ലാവിധ പോയിന്റുകളും എല്ലാം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. इदारिया लिखते वक्त आसान और ऐसी आम फहमी ज़बान का इस्तेमाल करना चाहिए जो सबकी समझ में आ सके. എല്ലാവർക്കും മനസ്സിലാകത്തക്കുള്ള ഭാഷ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഭാരമുള്ള, വായിച്ചാൽ മനസ്സിലാകാത്ത ഭാഷകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇസ്ഹാറെ ബയാൻമേ റവാനി ഓർ അസർ ഹോ, നല്ല ഒഴുക്കോടുകൂടെ മനസ്സിനെ സ്വാധീനിക്കും വിധമുള്ള എഴുത്തായിരിക്കണം. ഇദാരിയ ബഹു തൊവീൽ ന ഹോന ചാഹിയെ ബൽക്കെ മുഖ്തസർ ഹോ വർന കാരി സെ പഠന നഹി ചാഹേഗ യാ ദർമിയാമേ ആധാ പഠിക്കർ ഛോട് ദേഗ. അപ്പോൾ വളരെ വിശാലമായ നീട്ടിവലിച്ചിട്ടുള്ള ഒരു എഴുത്ത് എഡിറ്റോറിയലിൽ പാടില്ല. ഒരു വിഷയത്തിൽ വിഷയാധിഷ്ഠിതമായിട്ട് കുറഞ്ഞ വാക്കുകളിൽ വായനക്കാർക്ക് പൂർണ്ണമായും വായിക്കത്തക്ക വിധത്തിൽ എഴുതണം. അല്ലാഞ്ഞാൽ പകുതി മാത്രം വായിച്ച് അത് നിർത്തുന്ന ഒരവസ്ഥ, ഒരു മടുപ്പ് തോന്നിയത് കാരണത്താൽ നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം. इदारे के ज़रिए आप कार्य तक क्या पैगाम पहुँचाना चाहते हैं, ये मकसद वाज़ेह होना चाहिए. നിങ്ങൾ എന്തൊരു ഉദ്ദേശമാണോ, എന്ത് മെസ്സേജാണ് നിങ്ങളുടെ വായനക്കാർക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾ കൃത്യമായും അതിൽ പറഞ്ഞിരിക്കണം, അത് സ്പഷ്ടമായിരിക്കണം. മൗज़ൂआत में वुसअत होनी हो, यानी हर रोज़ नए और हर किस्म के कार्य की पसंदीद और नापसंद को ध्यान में रखकर मौज़ूआत का इंतखाब किया जाए. വായനക്കാരുടെ താല്പര്യങ്ങളും വെറുപ്പുകളും മനസ്സിലാക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. എല്ലാ വിഷയത്തിൻ്റെയും പുതുമയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പാടുള്ളൂ. इदारिया में अपनी राय दलील और हक़ाइक़ के साथ ज़ाहिर करें. അതിൽ തെളിവുകളും അതുപോലെ അഭിപ്രായങ്ങൾ, തൻ്റെ അഭിപ്രായങ്ങൾ, തെളിവുകളും വാസ്തവങ്ങളും വെച്ച് നിരത്തിയിട്ട് വേണം അതിൽ അഭിപ്രായം പറയാൻ. ഇദാരിയ ഐസാ ഹോ ജോ കാരിയൻ കോ സഹീ രാഹ് ഖായെ ഗുംറാഹ് ന ഖരെ. എന്തായിരിക്കണം ഒരു എഡിറ്റോറിയൽ പറഞ്ഞാൽ ജനങ്ങളെ ശരിയായ വശത്തേക്ക് നടത്തുന്നതായിരിക്കണം, അല്ലാതെ വഴി തെറ്റിപ്പിക്കുന്നതാവരുത്. ഇദാരിയ മേ റായ ആം पर असर डालने की क़ुव्वत होनी चाहिए. ഒരു എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പൊതുജനാഭിപ്രായത്തിൽ വല്ലാതെ സ്വാധീനിക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള എഴുത്തായിരിക്കണം ഒരു എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ. हक़ाइक़ को वाज़ेह करने के लिए ज़रूरत पड़े तो आदाद व शुमार को भी शामिल करना चाहिए. പിന്നെ വാസ്തവങ്ങളെ, ഫാക്റ്റുകൾ വിശദീകരിക്കാൻ, അത് വ്യക്തമാക്കി കൊടുക്കേണ്ടി വന്നാൽ
അതിന് എണ്ണങ്ങളും അതിൻ്റെ ലക്കങ്ങൾ അധികരിപ്പിക്കേണ്ടി വരും. അഥവാ ഈ ഒരു ലക്കത്തിൽ എഴുതി തീരുന്നതല്ല ഈ വിഷയമെങ്കിൽ അടുത്ത ലക്കങ്ങളിലായിട്ട് ഇത് വീണ്ടും ഇതിൻ്റെ ബാക്കി പ്രസിദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കണം. സച്ചായി ഓർ ഈമാൻദാരി സെ ബാത് കഹ്നി ചാഹിയെ, സത്യസന്ധമായിട്ട് മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പാടുള്ളൂ. കിസി മൗസൂ യാ മസലെ पर इजहार ख्याल करते वक्त इदारिया का लबो लहजे बहुत सख्त नहीं होना चाहिए, बल्कि दरमियानी या इतदाल रवैയ ഇഖ്തിയാർ करना चाहिए. ഏത് വൈകാരികമായ വിഷയങ്ങളെക്കുറിച്ചാണെങ്കിലും എഡിറ്റോറിയലിലുള്ള ഭാഷ മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും അതൊരു മിതത്വം പാലിച്ച ഭാഷ മാത്രമേ ആകാൻ പാടുള്ളൂ. തീവ്രത പാടില്ല. इदारिया की सुर्खी बहुत पुरकशिश होनी चाहिए और मौजू से जुड़ी हुई होना चाहिए. വിഷയത്തോട് ബന്ധമുള്ളതും അതുപോലെ വായനക്കാർക്ക് വല്ലാതെ ഇമ്പം കൊള്ളിക്കുന്നതുമായിരിക്കണം അതിൻ്റെ സുർഖി, ഹെഡിങ്. ഇദാരിയ ഗൈർ ജസ്ബാത്തി ഹോക്കർ ലിഖ്ന ചാഹിയെ, വൈകാരികമല്ലാതെ മാത്രമേ, വൈകാരികമായിട്ടൊരിക്കലും എഡിറ്റോറിയൽ തയ്യാറാക്കാൻ പാടില്ല. इदारिया लिखते वक्त गैर जानिबदारी के उसूल को अपनाना चाहिए और अपना नज़रिया कायम रखते हुए दूसरों के नज़रियात का इतराफ़ करना चाहिए. ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കുന്ന സമയത്ത് പക്ഷപാതിത്വം ഉണ്ടാകാനേ പാടില്ല. ഗൈർ ജാനിബ്ദാരിക്ക് ഉസൂൽക്കോ, അപ്പോൾ നൺ ബയാസ്ഡ് ആയിട്ട്, പിന്നെ അതുപോലെ സ്വന്തം അഭിപ്രായത്തെ അത് സ്ഥാപിക്കുന്നതോടുകൂടെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട്. ഇദാരിയയ്ക്ക് അക്കസാം, വ്യത്യസ്ത ഇനത്തിലുള്ള ഇദാരിയകളുണ്ട്. ഖബരി യാ ഇത്ലാഅത്തി इदारिये, खबरी इदारिये में पहले हिस्से में खबर का खुलासा बयान किया जाता है, दूसरे हिस्से में इस पर बहस की जाती है और आखिरी में मुआमले की तशरीह की जाती है. इस तरह के इदारिये को उमूमन कोई राय नहीं पेश की जाती. അപ്പോൾ ഒരു സംഭവത്തിനെ അധിഷ്ഠിതമാക്കിയിട്ട് കൊണ്ടുവരുന്ന ഒരു ഇദാരിയ, ഒരു എഡിറ്റോറിയൽ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ യു പിയിലെ ബാലപീഡനം എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ആ സംഭവം എന്ന് വിശദീകരിക്കുന്നു. ആ സംഭവത്തെക്കുറിച്ച് യോഗി അവിടുത്തെ സർക്കാർ അവർ സമീപിച്ച സമീപനം എങ്ങനെയാണ്, അവർ കൈക്കൊണ്ട സമീപനം എങ്ങനെയാണ്, പിന്നെ അതൊന്ന് വിശദീകരിക്കുക എന്ന് മാത്രമേ അതിലുണ്ടാകുള്ളൂ. അതിൽ ഇനി സ്വന്തമായിട്ടുള്ളൊരു നിലപാട് വ്യക്തമാക്കേണ്ട ആവശ്യകതയില്ല. इन्हीं तासुराती इदारे, इस तरह के इदारे में मुदीर अथवा एडिटर अपने राय को दलाइल और रब्त के साथ कारी के सामने रखता है और कारी के राय को मुतासिर करने की कोशिश करता है. ഇത് ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് എഡിറ്റർ പലതരം തെളിവുകളെ കോർത്തിണക്കിക്കൊണ്ട് വായനക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കുന്നു. ഐസ കർണേക്ക് മുദീർ കോ പൂരി ആസാദി ഹാസിൽ ഹെ, ഇങ്ങനെ ചെയ്യാൻ, ഇങ്ങനെ ജനങ്ങളുടെ വായനക്കാരുടെ അഭിപ്രായത്തെ സ്വാധീനിക്കാൻ എന്തൊക്കെ കൈകടത്തലുകൾ ചെയ്യണോ അതിന് എഡിറ്ററിന് പൂർണ്ണ ആസാദിയുമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഇസ് ഖിസ്म के इदारे में किसी वाक़या या हादसे के बुरे असरात को कम करने के लिए या किसी अच्छी बात या ख्याल को आवाम की ज़्यादा से ज़्यादा तादाद को कबूल करवाने के लिए लिख जाते हैं. ഇത്തരത്തിലുള്ള എഡിറ്റോറിയൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ അതിൻ്റെ മോശമായ പ്രതിഫലനങ്ങളെ അത് കുറക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നല്ല നല്ല अच्छी बात या ख्याल का आवाम की ज़्यादा से ज़्यादा तादाद को कबूल करवाने के लिए അല്ലെങ്കിൽ മറ്റു വല്ല നല്ല നല്ല കാര്യങ്ങൾ, പദ്ധതികൾ തുടക്കം കുറിച്ചത് അത് ജനങ്ങൾക്കിടയിൽ ഒന്നും കൂടെ അസറുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടെ സ്വാധീനമുള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തഅസ്സുറാത്ത് ഇദാരിയെ തയ്യാറാക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ തുടങ്ങിയാൽ, ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനെ കുറിച്ച് ജനങ്ങളുടെ ബോധവൽക്കരണം അതിൽ അത്യാവശ്യമാണ്. ജനങ്ങൾ ഇതിൽ ഈ ക്യാമ്പയിനിൽ എല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടെ ഇതിൽ പങ്കെടുക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതൊക്കെ തഅസ്സുറാത്തി ഇദാരിയെ ആണ്. लुत्फ़ अंदोज़ी के इदारे, समाज में जब कभी ऐसा वाक़या पेश आता है जिसमें इंसानी दिलचस्पी का मौजू बहुत नुमाया रहता है और आवाम में इस पर आम तौर पर गुफ्तगू होने लगती है, तो मुदीर भी हल्के फुल्के अंदाज में ऐसे इदारे लिखते हैं जिससे क़ारीन को तफरी हो जाए. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ചുംബന സമരം,
ഇത് ജനങ്ങൾക്കിടയിൽ വല്ലാത്ത ചർച്ചാ വിഷയമായി. ഇത് എന്നിട്ട് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ചർച്ചാ വിഷയങ്ങൾ രസകരമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്കിടയിൽ ഇദാരി എഡിറ്റോറിയലിലൂടെ ഒരു എഡിറ്റർ അവതരിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ അത് വായിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ഒരു റീഫ്രഷ്മെൻറ്റ്, ഒരു സന്തോഷം, ഒരു ത്രില്ല്, ഒരു രസം കിട്ടുന്നു. ഐസ ഇദാരിയമേ തൊൻസോ മിസാ ഷാമിൽ ഹോത്താ ഹെ. അതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പരിഹസിക്കലുണ്ടാകാം. ഓർ കാരി ബഗൈർ മുസ്കുറായ ഉസൈൻ നെഹി പഠ് സക്ത. ഇതിനെ വായിക്കുന്നവർക്കാർക്കും ഒന്ന് ചിരിക്കാതെ ഒന്ന് വായിക്കാൻ സാധിക്കില്ല. അങ്ങനെ നർമ്മങ്ങൾ കലർത്തിയുള്ള എഡിറ്റോറിയൽ എഴുത്തിനാണ് ലുത്തുഫ് അന്തോസി ഇദാരി എന്ന് പറയുന്നത്. കബി കബി കിസി സമാജി ബുരായ പർ ധീമേ സെ തൻസ്ബി കർ ദിയാ ജാതാ ഹെ. സമൂഹത്തിനിടയിലുള്ള ചില മോശത്തരങ്ങളെ അതിനെ വളരെ മങ്ങിയ രീതിയിലാണെങ്കിലും അതിനെ ഒരു ചെറിയ രൂപത്തിലാണെങ്കിലും അതിനൊരു പരിഹസിക്കൽ കൂടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കാം. പിന്നെ ഇനി ख़ुसूसी मौक़े के इदारिये किसी कौमी दिन, कौमी शख्सियतों की सालगिरह या बरसी या मौत या किसी बड़ी शख्सियत के इस्तक़बाल के बारे में जो इदारिये लिखे जाते हैं उन्हें ഖുസൂസി മവാഖെ കെ ഇദാരിയെ कहते हैं. അപ്പോൾ ഗാന്ധി ജയന്തി, ശ്രീനാരായണ ഗുരു, അല്ലെങ്കിൽ ട്രംപ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു, അല്ലെങ്കിൽ അബുൽ കലാം ആസാദിൻ്റെ ചരമദിനം, ഇത്തരത്തിലുള്ള ഓരോ സ്പെഷ്യൽ ദിനങ്ങളിൽ എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് അതിനെ ആസ്പദമാക്കിയിട്ട് എഡിറ്റോറിയൽ തയ്യാറാക്കുന്നു. അങ്ങനെ പ്രത്യേക സംഭവങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എഡിറ്റോറിയൽ തയ്യാറാക്കുന്നതിനാണ് ഖുസൂസി മവാഖെ ഇദാരിയെ എന്ന് പറയുന്നത്. ഇനി ഇദാരിയകൾക്കുള്ള ചില നമൂനകൾ, മോഡലുകളാണ് താഴത്ത് കൊടുത്തിട്ടുള്ളത്. പല ആളുകളും രചിച്ച ഇദാരികൾ ഇവിടെ ഉണ്ട്. പിന്നെ അവസാനമായിട്ട് ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ എഴുതിയാൽ നന്നായി ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.